ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് ബിരിയാണിയാണ്. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ നെയ്മീനാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴിയും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്ത മസാലക്കൂട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കൈമ അരി 750 ഗ്രാം, സവാള 3 എണ്ണം, തക്കാളി 3 എണ്ണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, മുളക് 5 എണ്ണം, കറുവാപ്പട്ട 1 വലിയ കഷ്ണം, തക്കോലം 2 എണ്ണം, ഏലക്ക 6 എണ്ണം, ഗ്രാമ്പു 6 എണ്ണം, നാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ, എണ്ണ 2 ടേബിൾ സ്പൂൺ, നെയ്യ് 2 ടേബിൾ സ്പൂൺ, ബിരിയാണി മസാല 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, വെള്ളം 6 ഗ്ലാസ്. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒപ്പം നമുക്ക് നെയ്യും ചേർത്ത് കൊടുക്കാം. എണ്ണയും നെയ്യും ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് കറുവാപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഏലക്ക തുടങ്ങിയവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റാം. ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുതിർത്ത് വച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുക്ക് ചെയ്യുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ അരി കുതിർക്കണം. ഇനി ഇതിലോട്ട് 6 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഫുൾ ഫ്ലെയിമിലോട്ടാക്കി ഉപ്പും നാരങ്ങാ നീരും ചേർത്തിളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല ചേർത്ത് നല്ലപോലെ ഇളക്കി വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ബിരിയാണി മസാലയുടെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം.
ഓക്കെ, ഇപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഏകദേശം 12 മിനിറ്റ് ഇതൊന്ന് വെന്ത് കിട്ടാൻ. ഇനി ബിരിയാണിയിലോട്ട് ചേർക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിന് നമുക്ക് കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന സവാള വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഗരം മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന മീൻ ചേർത്ത് യോജിപ്പിക്കാം. ഇതൊരു 2 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കണ്ടുമുട്ടാം. Until then, stay safe and take care.